കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് AMMA അമ്മ സംഘടനയുടെ വാർത്തകളാണല്ലോ നമ്മളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ അമ്മ സംഘടനയെ തീർക്കേണ്ട ഒരു ചെറിയ വിഷയം സമൂഹ മാധ്യമങ്ങളിൽ വന്ന് അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ ഒരു ചർച്ചാ വിഷയമാക്കിയ ഒരു പ്രഗത്ഭയായിട്ടുള്ള ഒരു നടിയുണ്ട്. നമ്മുടെ സ്വന്തം ചേച്ചിയുടെ ഉള്ളിലിരിപ്പൊക്കെ വേറെയാണ് കേട്ടോ. കാരണം ഈ ടിനി ടോമും അൻസിബയും തമ്മിലുള്ള ഈ ഒരു വിഷയം, അത് പണ്ട് ഒരു സിനിമ ഷൂട്ടിൽ വെച്ചിട്ട് അൻസിബയോട് ടിനി ടോം പറഞ്ഞ ഒരു സംഭവമാണ്. അൻസിബയെ മാത്രമല്ല ഒരു കമ്മ്യൂണിറ്റിയെ മൊത്തം അടച്ചാക്ഷേപിക്കുന്ന തരത്തിലായിരുന്നു അന്നത്തെ ടിനി ടോമിന്റെ ഒരു പ്രസ്താവന. ഈ സമൂഹ മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾക്ക് കാണാം. കാരണം അദ്ദേഹം വർക്ക് ചെയ്യുന്ന ഒരു മേഖല സിനിമാ മേഖല, ആ സിനിമാ മേഖലയിലേക്ക് മകനെ കൊണ്ടുവരുവോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അച്ഛൻ പറഞ്ഞിട്ടുള്ള ഡയലോഗൊക്കെ ഇന്നും സമൂഹ മാധ്യമങ്ങളിലുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങളൊന്ന് എടുത്ത് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെയുള്ളൊരു സ്ഥാനത്തേക്കാണ് അമ്മ സംഘടനയുടെ തലപ്പത്ത് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. അപ്പൊ അൻസിബയ്ക്കെതിരെ വ്യാപകമായിട്ടുള്ള ഒരു അക്രമമാണ് ഇപ്പൊ സിനിമാ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സിനിമയ്ക്കകത്തും ഈ വിഷം കലർത്തുന്ന ചില വിഷജീവികളുണ്ടെന്നൊക്കെ നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അൻസിബ ഇവർക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു. അപ്പൊ ഈ ചേച്ചി ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് നിങ്ങൾ കേട്ട് കാണുമായിരിക്കും. ഹഗ് ചെയ്താൽ തീരാവുന്ന ഒരു ചെറിയൊരു പ്രശ്നമാണ് ഇത്രയും വലുതായിട്ട് ചർച്ച ചെയ്യപ്പെട്ടെന്ന്. ഈ പ്രശ്നം ആരാണ് കൊണ്ടുവന്നത്? ഈ പ്രശ്നത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? ഈ പറയുന്ന നമ്മുടെ ചേച്ചി തന്നെയാണ് പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കുന്നത് അൻസിബയ്ക്കെതിരെ. ആ കംപ്ലൈന്റ് കൊടുത്തതിന്റെ പേരിൽ വനിതാ SI അടക്കം അൻസിബയെ 3 മണിക്കൂർ ഹരാസ് ചെയ്തെന്നാണ് അൻസിബ തന്നെ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിരുന്നുണ്ട് വിളിച്ചു പറഞ്ഞത്. ഇപ്പം ചേച്ചിയുടെ ഏറ്റവും പുതിയൊരു ലേറ്റസ്റ്റ് വീഡിയോ വന്നത്, കാരണം ചേച്ചിയുടെ കള്ളത്തരവും ഉടായ്പും ഒക്കെ ജനങ്ങൾ മനസ്സിലാക്കിയപ്പോഴത്തേക്ക് സോഷ്യൽ മീഡിയയിലും സമൂഹ മാധ്യമങ്ങളിലും ചേച്ചി ഇപ്പം അങ്ങ് ഏറിലോട്ട് പൊക്കോണ്ടിരിക്കുക. അപ്പൊ ചേച്ചി ഇതിനെതിരെ ഒരു പരാതി കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. എന്താണ് ചേച്ചി പറയുന്നതെന്ന് കേട്ടിട്ട് പെട്ടെന്ന് വരാം. അൻസിബ കോടതിയെ സമീപിച്ചോട്ടെ, പക്ഷേ ഞാൻ എന്താണെങ്കിലും 10 കോടി രൂപ മാനനഷ്ടം ആവശ്യപ്പെട്ടുകൊണ്ട് നാളെ തന്നെ എന്റെ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ആണ്, അദ്ദേഹം മുഖാന്തരം നാളെ തന്നെ ഞാൻ 10 കോടി രൂപയ്ക്ക് കേസ് ഫയൽ ചെയ്യുകയാണ്. കാരണം ഞാൻ വളരെ നിസ്സാരമായിട്ട് രണ്ടുപേര് തമ്മിൽ ഫോണിൽ 2 മിനിറ്റിൽ ഫോണിൽ തീരുമായിരുന്ന ഒരു പരാതി, ഒരു കാര്യം മോൾ എന്തുകൊണ്ട് ഇങ്ങനെ എന്റെ ഫോണിലേക്ക് അയച്ചു എന്ന് ചോദിക്കുമ്പോൾ 2 മിനിറ്റിൽ അത് പറഞ്ഞു തീർക്കാമായിരുന്ന ഒരു കാര്യം പറയാനോ എനിക്ക് കൃത്യമായിട്ടൊരു ആൻസർ തരാനോ തയ്യാറാകുന്നില്ല. 1 മാസത്തോളം ഞാൻ വെയിറ്റ് ചെയ്തു. അതിനുശേഷമാണ് എനിക്ക് ഇങ്ങനെ ഒരു പരാതി കൊടുക്കേണ്ടി വന്നത്. പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്ന അൻസിബ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോ ഈ ഇത്തരത്തിലൊരു വലിയ സംഭവമാക്കി എന്റെ പ്രതിച്ഛായയെ ഇകഴ്ത്തുന്ന വിധത്തിൽ, എന്നിലെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന വിധത്തിൽ, എന്തിന് 10 വയസ്സുള്ള എന്റെ മകൾക്ക് ഏകദേശം എന്റെ പൊക്കമുണ്ട്, എന്റെ പൊക്കമുള്ള എന്റെ മകളെയും കൂടി അധിക്ഷേപിച്ചുകൊണ്ട് ആ കുട്ടി സംസാരിക്കുന്നത് ഞാൻ കേട്ടു. തൃപ്പൂണിത്തുറ വനിതാ SIയുടെ മേശപ്പുറത്ത് ഇതേ മീഡിയാസ് നിങ്ങൾ എല്ലാവരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മേശപ്പുറത്ത് കയറി ഇരുന്ന് കളിച്ചു എന്ന് വരെ പറഞ്ഞുകൊണ്ട് അധിക്ഷേപിച്ചിട്ടുണ്ട്. എന്റെ ഹസ്ബൻഡ് എനിക്കെതിരെ വളരെ മോശമായിട്ട് ആ കുട്ടിയോട് പറഞ്ഞു എന്ന് ആ കുട്ടി പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലുള്ള എല്ലാ അധിക്ഷേപങ്ങളും ഞാൻ എല്ലാ മീഡിയയുടെയും റിപ്പോർട്ട്സ് എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ നാളെ തന്നെ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയാണ്. എന്റെ അഡ്വക്കേറ്റ് എന്ന് പറയുന്നത് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ആണ്. അദ്ദേഹം മുഖാന്തരം ഞാൻ 10 കോടി രൂപ മാനനഷ്ടം ആവശ്യപ്പെട്ടുകൊണ്ട് കേസ് കൊടുക്കും. അപ്പൊ ഈ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലായ? നിങ്ങളിപ്പോ ഫേസ്ബുക്കിലോ സമൂഹ മാധ്യമങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ മഹാൻ ആരാണെന്നുള്ളത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. 2 മിനിറ്റിൽ തീരാവുന്ന ഒരു പ്രശ്നം ഇത്രയും വഷളാക്കിയത് ചേച്ചിയെ നിങ്ങൾ തന്നെയാണ്. നിങ്ങളാണ് കൊണ്ട് കേസ് കൊടുത്തത്, നിങ്ങളാണ് അൻസിബയെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയത്, 3 മണിക്കൂർ അവരെ ഹരാസ് ചെയ്തത്. അപ്പം ഇതിന്റെ പിന്നിൽ വലിയൊരു ഗൂഢാലോചന നടക്കുന്നുണ്ട്. ചേച്ചി തന്നെ പറഞ്ഞിട്ടുണ്ട് അൻസിബയുടെ പിന്നിൽ ഒരു കറുത്ത കൈകൾ അല്ലെങ്കിൽ കറുത്ത ശക്തികൾ അല്ലെങ്കിൽ തീവ്രവാദ ശക്തികൾ ഉണ്ട് എന്ന് പറഞ്ഞൊന്നും ചേച്ചി മറന്നു പോയിട്ടില്ല അല്ലേ? അപ്പൊ 10 കോടി രൂപ മാനനഷ്ട കേസ് അൻസിബയ്ക്കെതിരെ ചേച്ചി കൊടുക്കുമെന്നാണ് പറയുന്നത്. അൻസിബ ഒരു 25 കോടിയെങ്കിലും വെച്ചുകൊണ്ട് ഇവർക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കണം. ഈ അമ്മ എന്ന് പറയുന്ന ഈ താര സംഘടനയെ ഇത്രയും മോശമാക്കിയിട്ടുള്ള ഇവരെ പോലുള്ള നടി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഇവരൊക്കെ അടിച്ച് പുറത്താക്കി മറ്റേ ചാണകവെള്ളം തളിച്ച് ശുദ്ധീകരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ആ സംഘടനയുടെ സൽപ്പേര് പോകും കേട്ടോ. ഒരുപാട് നല്ല നല്ല നടന്മാരും സംഘടനയാണ് അതിനെ ഇത്രയധികം നശിപ്പിച്ചതും ഇവരൊക്കെ തന്നെയാണ്. ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതിന്റെ കമന്റ് അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.